അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയമുള്ളവരെ, നമ്മുടെ നഈം ഫൈലിയുടെ കൂടെ ഉണ്ടായിരുന്ന ജുനൈദ് ഫൈലി ഉസ്താദും അള്ളാഹുവിലേക്ക് യാത്രയായിരിക്കുകയാണ്. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു ജുനൈദ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ വിധി എന്നോണം, അവൻ്റെ അലംഘനീയമായ വിധി എന്നോണം അള്ളാഹു സുബ്ഹാനഹു വ തആല ജുനൈദ് ഉസ്താദിനെ കൂടെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ജുനൈദ് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. അവരൊരുമിച്ചായിരുന്നു യാത്ര പോയിരുന്നത്, തിരിച്ചു പോകുന്നതും ഒരേ ബൈക്കിലായിരുന്നു. വഴിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആക്സിഡൻറ്റിൽ നഈം ഫൈലി ഉസ്താദ് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയും ജുനൈദ് ഉസ്താദിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പല സർജറികളൊക്കെ ചെയ്തുകൊണ്ട് ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയായിരുന്നു. പക്ഷേ തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ജന്നാത്തിലേക്ക് ജുനൈദ് ഉസ്താദ് കൂടെ പോയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് ക്ഷമ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പൊന്നുമോനാണ്. ഫൈലി ബിരുദം, അദ്ദേഹത്തിൻ്റെ ഫൈലി ബിരുദം അദ്ദേഹത്തിൻ്റെ ഉസ്താദ് സ്വീകരിച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ജാമിയയിൽ വെച്ചിട്ടൊക്കെ. സയ്യിദുൽ ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളൊക്കെ നമ്മുടെ ജുനൈദ് ഉസ്താദിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി നമ്മളൊക്കെ കരുതുന്നതിനും അപ്പുറത്തായിരിക്കും. അതിലൊക്കെ ഖൈറുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് ആ കുടുംബത്തിന് ക്ഷമ കിട്ടാനും അവർക്ക് സ്വർഗീയ ജീവിതം ലഭിക്കാനും നമ്മളൊക്കെ ദുആ ചെയ്യുക. പടച്ചവൻ അവർക്ക് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അവരുടെ മാതാപിതാക്കൾക്ക്, അവരെ സ്നേഹിക്കുന്നവർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജുനൈദ് ഫൈലിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ജുനൈദ് ഫൈലിക്ക് വേണ്ടി നമുക്ക് കഴിയുന്ന വിധത്തിൽ ഖത്മകൾ തീർക്കുക, ദിക്റുകൾ ചൊല്ലുക. ഇതൊക്കെയായിട്ട് ആ പൊന്നു സഹോദരൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ഒരുപാട് വേദന അനുഭവിച്ചിട്ടുള്ള ഒരു സഹോദരൻ കൂടെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകട്ടെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അവർക്കും നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. സങ്കടകരമായ വാർത്തയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ക്ഷമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.